അറിയില്ലേ? അമറേഷ് പോത്തുമുറി മഹാകവിയാ. എൻ്റെ ഗുരുവാ. ഗുരു നിമിഷകവിയാ, നിമിഷകവി. ഒറ്റ മിനിറ്റ് കൊണ്ട് ആരെപ്പറ്റിയും കവിത ഉണ്ടാക്കും. ഏ ആണോ? മഹാകവി എവിടെയാ താമസം? ഞാൻ കാറ്റുപോലെയാണ്, എവിടെയും പറന്നു ചെല്ലും. മഴ പോലെ എവിടെയും പെയ്യും. കുറുക്കനെന്നൊരു മാളം, കൗശലമെല്ലാം വരി വരിയായി പുറത്തു വരുമൊരു മാളം. ഹായ് ഷേരു, കേട്ടോ? എന്നെ പറ്റിയുള്ള കവിതയാ. കടുവപ്പല്ലൊരു കളിവഞ്ചി, മാനും മുയലും കേറിത്തുഴയും. കടുവപ്പല്ലൊരു കളിവഞ്ചി, സൂത്ര മാൻ വഞ്ചി തുഴയോ? ഗുരു കവിത കൊണ്ട് എന്തും സാധിക്കുന്ന ആളാ. അങ്ങ് എൻ്റെ ഈ പല്ല് കണ്ടോ? ആ കണ്ടു. ഇതിനേക്കാൾ മൂർച്ച എൻ്റെ കവിതകൾക്ക്. നിങ്ങളൊക്കെ ശത്രുവിനെ കടിച്ചും മാന്തിയും നേരിടും, ഞാൻ കവിത കൊണ്ട് നേരിടും. കടിക്കുന്നതാ കവിതയേക്കാൾ ഭേദം. എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങേപ്പറ്റി മഹാകവി എഴുതാനാണോ? ഞാൻ തയ്യാർ. അതല്ല, ഞങ്ങൾക്കൊരു ശത്രുവിനെ കവിത കൊണ്ട് നേരിടണം. അത്രയുള്ളൂ? ശരി, ആളെ കാണിച്ചു തരൂ. ഞാൻ അവൻ്റെ അടുത്തേക്ക് കാറ്റുപോലെ പറന്നു ചെല്ലും. എൻ്റെ കവിത ഇടിമിന്നൽ പോലെ അവിടെ വീഴും, വെയിൽ പോലെ പരക്കും. അത് മതി, അത് മതി. നമ്മുടെ കടിയനാ ആള്. മൂപ്പരെ ഒന്ന് കവിത ചൊല്ലി ആക്രമിക്കണം. അങ്ങാണോ കടിയൻ സിംഹം? അതെ, എന്താ കാര്യം? കോലിൽ നാട്ടിയ പോലൊരു തല, നീർക്കോലികൾ നീണ്ടുകിടക്കും സടയും. ഏ മഹാകവിയുടെ ശിഷ്യനല്ലേ കരഞ്ഞുകൊണ്ട് വരുന്നത്? ഹീ ഹീ പറഞ്ഞ പോലെ ഗുരു കാറ്റുപോലെ പറന്നു ചെന്നു കവിതയും ചൊല്ലി. പക്ഷേ ഇടിയും മിന്നലും ആ സിംഹത്തിൻ്റെ വകയായിരുന്നു. ഇപ്പോൾ ദേ വെയിൽ പോലെ അവിടെ പരന്നു കിടപ്പുണ്ട്. ഹീ